തലസ്ഥാന നഗരിയിൽ കലകളുടെ ഉത്സവത്തിന്റെ വേദി ഉണർന്നു. മികവുറ്റ പ്രകടനങ്ങളാണ് ഇന്ന് കലോത്സവ വേദിയിൽ നമ്മൾ കണ്ടത്. അതിൽ അതിജീവനത്തിന്റെ നൃത്തച്ചുവടുമായി എത്തിയ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ കാഴ്ചക്കാരുടെ ഹൃദയം പിടിച്ചുലച്ചു. കലയുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അനന്തപുരിയുടെ മണ്ണിൽ നടക്കുന്നത്. നമ്മൾ അവിടേക്ക് പോവുകയാണ്. സേതുലക്ഷ്മിയുണ്ട് അവിടെ. സേതു, കാര്യങ്ങളൊക്കെ അവിടെ റെഡിയല്ലേ? കാര്യങ്ങൾ റെഡി എന്നല്ല, കാര്യങ്ങളൊക്കെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലയുടെ മാമാങ്കം ഇവിടെ അങ്ങ് തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ വേദിക്ക് മുൻപിൽ, നമ്മുടെ കലകളാരവം വേദിക്ക് തൊട്ട് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഒന്നാം വേദിയായ MG നിലയിലാണ് നമ്മുടെ ഈ വേദി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും മത്സരം പുരോഗമിക്കുന്നുണ്ട്. ഒന്നാമത്തെ വേദിയിൽ മോഹിനിയാട്ടം പുരോഗമിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള പോയിന്റ് നില നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് 3 പേരാണ്. തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരും 3 പേര് 111 പോയിന്റുകൾ വീതമാണ്. ആലപ്പുഴയും എറണാകുളവുമാണ് തൊട്ട് പിന്നിൽ 2ാം സ്ഥാനത്ത് 109 പോയിന്റുകൾ വീതം. പിന്നീട് കൊല്ലം, അത് കഴിഞ്ഞ് പാലക്കാട്, കോട്ടയം, നമ്മുടെ ആതിഥേയരായ ട്രിവാൻഡ്രം 102 പോയിന്റുമായിട്ട് 9ാം സ്ഥാനത്താണ്. അങ്ങനെയാണ് ഇതുവരെയുള്ള ഒരു പോയിന്റ് നിലനിൽക്കുന്നത് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ. ഇനി നമുക്ക് ഈ കാണേണ്ടത് ഇനി നമ്മുടെ ഈ ന്യൂസ് മലയാളത്തിൻ്റെ കലകളാരവത്തിൽ സർപ്രൈസുകളുടെ ഒരു കൂമ്പാരം തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് പെർഫോമർ ഓഫ് ദി ഡേ ഉണ്ട്, സ്റ്റാർ ഓഫ് ദി ഡേ ഉണ്ട്, ഒപ്പം തന്നെ ഒരുപാട് അതിഥികൾ നമുക്കിപ്പോൾ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ പോകാനുള്ള സമയമാണ്. ഹായ്, എന്താ മോളെ പേര്? നൈതിക. ഇവിടെ പെർഫോമൻസ് ഉണ്ടായിരുന്നോ? പിടിച്ചോ. എന്തായിരുന്നു പെർഫോമൻസ്? കന്നഡ പദ്യം. ഏത് സ്കൂളിൽ നിന്നാ? SHS വട്ടോളി, കോഴിക്കോട്. കോഴിക്കോട് നിന്ന് വന്നെയാണ്. തിരുവനന്തപുരം ഒക്കെ കൊള്ളാവോ? അടിപൊളി. എവിടെയെങ്കിലും ഒക്കെ പോകാൻ പറ്റിയോ? അതോ പോയി പത്മനാഭസ്വാമി ക്ഷേത്രം പോയി. നമ്മൾ തിരുവനന്തപുരത്ത് കയറുന്നതാണ് ഈ കേട്ടോ. ഇവിടെ വന്ന് കിട്ടിയതാണോ? തോന്നുന്നു. ഓക്കെ, എന്തായിരുന്നു കോമ്പറ്റീഷൻ ഐറ്റം? കന്നഡ പദ്യം. നമുക്കപ്പോ രണ്ട് കന്നഡ പദ്യത്തിലൂടെ അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ ഈ കലകളാരവത്തിന്റെ പൊടിപൂരം ഒരു കന്നഡ പദ്യത്തോടു കൂടി തന്നെ തുടങ്ങാം അല്ലേ? ഓക്കെ, അപ്പൊ തുടങ്ങാം. ಎಡೆವಿಡದೆ ದಾರಿಯರು ಪಲು ಮಂತ್ರಿ ಮುಂದೆ ಸುತ ನೆಟದ ದೆಸೆಯಲಿ ನಿಜಾಂಗನೆ ಹಿಂದೆ ಬರೇ ಭೂಮಿಯೊಡೆಯ ನೊಡವೆಗಳೊಡದ ನಂಗಳ ನೊಟಂಬಟ್ಟು ಮುನಿಗಿತ್ತ ಚಿಂದೆ ತನ್ನ ಬಿಡೆ ದಕ್ಷಿಣವ ಬಿಟ್ಟು ದಕ್ಷಿಣಾರ್ಥಂಗಳಂ ಕೊಡುವೆನೆಂಬುತ್ತರವನು ತರಿಸಲು ತರಂ ಬಿಡಿದು ನಡೆದಂ ನೆರವನಾರುವಂ ಹಾರದಾಧೀರ ಕಾಂತಾರದೊಳಗೆ. അടിപൊളി. താങ്ക് യു. അനിയത്തിയാണോ? ആണോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ല്. കുഞ്ഞിന്റെ പേരെന്താ? വൈണിക. എന്തോ? വൈണിക. കേട്ടില്ല. വൈണിക. ആഹാ, അടിപൊളി പേരാണല്ലോ. ഇവിടെ കലോത്സവത്തിന് പരിപാടിയൊക്കെ കണ്ടോ? ചേച്ചിയുടെ പാട്ട് കേട്ടോ? എങ്ങനെയുണ്ട് ചേച്ചി? കൊള്ളാവോ? അടിപൊളിയാണോ? അടിപൊളിയാണ്. വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ടോ? ഇല്ല, മിടുക്കിയാണ്. ഓക്കെ, ശരി. അപ്പോൾ ഒരുപാട് സന്തോഷം മോളെ. നമ്മുടെ റിസൾട്ട് വന്നില്ലല്ലോ അല്ലേ? എ ഗ്രേഡ് ഉണ്ട്. ഓക്കെ, പൊളി, അടിപൊളി. ശരി മോളെ. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ കൃത്യം 9 മണിക്ക് തന്നെ പതാക ഉയർത്തൽ ഇവിടെ നടന്നു. അതിനുശേഷം 10 മണിയോട് കൂടിയായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. മുഖ്യമന്ത്രിയും നമ്മുടെ മറ്റ് മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നൃത്താവിഷ്കാരത്തോടു കൂടിയാണ് തുടങ്ങിയത്. കലാമണ്ഡലത്തിലെ കുട്ടികളാണ് ഈ നൃത്തം ആവിഷ്കരിച്ചത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ടായി. പക്ഷേ ഇന്നത്തെ ഈ പരിപാടികളിലെ ഏറ്റവും വലിയ ആകർഷണം എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മളൊരു വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച് നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോഴും ആ ദുരന്തത്തിൻ്റെ വേദന നമ്മളിൽ നിന്ന് പോയിട്ടില്ല. വയനാട്ടെ ഉരുൾപൊട്ടൽ എന്നൊരു മഹാദുരന്തം, നമ്മളെ കണ്ണീരിലാക്കിയ ദുരന്തം. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ആ സ്കൂളിൽ, അതായത് വെള്ളാർമല JVHSSലെ കുട്ടികൾ ഇവിടെ അവതരിപ്പിച്ച നൃത്തം, അത് എല്ലാവരെയും കണ്ണീരണിയിക്കുന്നത് തന്നെയായിരുന്നു. അതായിരുന്നു ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ആകർഷണീയമായ ഒരു നൃത്താവിഷ്കാരം. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇന്ന് രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങുകൾ മുതൽ ആ നൃത്താവിഷ്കാരം വരെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ കണ്ടുവരാം. വെള്ളാർമല സ്കൂളിന്റെ ഇന്നലകളും അതിജീവനത്തിന്റെ സ്വപ്നങ്ങളും പങ്കുവെക്കുന്ന നൃത്തശില്പമായി കുട്ടികൾ. സദസ്സിൽ ആയിരക്കണക്കിന് ജനങ്ങൾക്കൊപ്പം കണ്ണിമ വെട്ടാതെ അവരുടെ പ്രിയപ്പെട്ട ഉണ്ണിമാഷി.
അവസാനിക്കുമ്പോൾ ആവേശത്തോടെ പിന്തുണ നൽകി സദസ്സും. എല്ലാ പിന്തുണയും ഉണ്ണിമാഷിൻ്റേതെന്ന് കുരുന്നുകൾ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതിലേക്കൊക്കെ വന്ന് കളിക്കുന്നത്. പക്ഷെ പേടിയൊന്നും ഉണ്ടായില്ല, കൂളായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കഥ അങ്ങനെ അതിലേക്ക് ചേർത്ത് കളിച്ചു. ഉണ്ണിമാഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാഷല്ല, ഞങ്ങൾ സ്വന്തം അച്ഛനാണ്. മക്കളെയും അല്ലാണ്ട് വേറെ ഒന്നും വിളിച്ചിട്ടില്ല സാറ്. ഇതുവരെ എത്തിച്ചത് സാറാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. സന്തോഷം പങ്കുവെക്കാനും കുരുന്നുകൾക്ക് പിന്തുണ നൽകാനും മുഖ്യമന്ത്രിയും വേദിയിലേക്കെത്തി. അതിജീവനത്തിന്റെ ചുവടുകളെന്ന് പ്രിയപ്പെട്ട ഉണ്ണിമാഷ്. അവരുടെ ജീവിതമാണ് അവരവിടെ ആവിഷ്കരിച്ചത്. നാളത്തെ കുട്ടികൾക്കെല്ലാം ഇതൊരു കരുത്തായിരിക്കണം, സന്ദേശമായിരിക്കണം. ഉരുൾ ദുരന്തത്തിന്റെ നേരനുഭവമുള്ളവരടക്കം ഹൈസ്കൂൾ വിഭാഗത്തിലെ 7 പേർ ചേർന്നാണ് നൃത്തശില്പം അവതരിപ്പിച്ചത്. നൃത്ത സംവിധായകൻ അനിൽ വെട്ടിക്കാട്ടിരിയാണ് സംഗീതം പകർന്നതും നൃത്തശില്പം ചിട്ടപ്പെടുത്തിയതും. അഖില രവീന്ദ്രൻ, ന്യൂസ് മലയാളം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ ആ ദുരന്തത്തിൻ്റെ, അതായത് ആ മഹാദുരന്ത, ആ മലവെള്ളപ്പാച്ചിലിൻ്റെ ഭീകരതയും ഉരുൾപൊട്ടൽ ദുരന്തവും അതിൻ്റെ അതിജീവനം ഒക്കെയാണ് പ്രമേയമായി വന്നത്. അത് തീർച്ചയായും ഓരോ കാഴ്ചക്കാരൻ്റെയും ഉള്ളുലയ്ക്കുന്നതാണ്. കാരണം അത് അത്രമേൽ നമ്മളെ ഓരോരുത്തരെയും അറിഞ്ഞ ഒരു മഹാദുരന്തവുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ പോകുന്നത് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ അനൗൺസ്മെൻറ്റിലേക്കാണ്. ആ അനൗൺസ്മെൻറ്റ് നമ്മുടെ പാപ്പനല്ലാതെ വേറെ ആരും നടന്നത്. പാപ്പൻ വരുന്നൊരു വരവേ. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ആണ്, അതിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. അതിന് മുമ്പ് ഇപ്പോൾ ദേ ഏറെക്കുറെ നമ്മൾ രാവിലെ തൊട്ടേ ഇവിടെ ഉണ്ട്, ഇന്നലെ മുതലുണ്ട്. ഇന്ന് രാവിലെ പതാക ഉയർത്തൽ മുതൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ദേ സമയം 7:15 കഴിഞ്ഞു. ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നു മനുഷ്യേട്ടാ? ഇതുവരെ വളരെ മനോഹരമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നല്ല അടുക്കും ചിട്ടയും സംഘാടനവും മികവും ഒക്കെ തന്നെയും വലിയ പരാതികൾ ഉയരാത്ത മേളയാണ് ഇതുവരെയുള്ള കാര്യത്തിൽ. ഈ വലിയ കലാമാങ്കം, ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം, ഇത്രയധികം കുട്ടികൾ, രക്ഷിതാക്കൾ, അധ്യാപകരൊക്കെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. കാര്യമായ പരാതികളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്നു. മത്സരങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. ചില മത്സരങ്ങൾ വൈകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എങ്കിലും ആദ്യം മുതൽ തന്നെ തിരുവനന്തപുരത്ത് ഒരു വലിയ അരങ്ങുടന്നു. 25 വേദികളിലായിട്ട് കലാപരിപാടികൾ അങ്ങനെ മുന്നേറുകയാണ്. 25 പുഴകൾ ഒഴുകുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളിനി നേരെ പോകുന്നത് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേയിലാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഈ സമ്മാനങ്ങൾ നൽകുന്നത് ആരൊക്കെയാണെന്ന് നമ്മൾ പറയണം അല്ലേ. RK വെഡിങ് MD നവാസ് MV സമ്മാനിച്ച വൗച്ചറാണ് നമ്മൾ കുട്ടികൾക്ക് സമ്മാനമായിട്ട് നൽകുന്നത്. ഒപ്പം തന്നെ മിൽമയുടെ സമ്മാന പൊതികളും നമ്മൾ ഈ കുഞ്ഞു മക്കൾക്ക് നൽകുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ പോവാം, പെർഫോമർ ഓഫ് ദ ഡേയിലേക്ക് പോവാം. ചേട്ടാ, അപ്പൊ ഇനി വച്ച് താമസിപ്പിക്കണ്ട, ആ വെടി അങ്ങ് പൊട്ടിച്ചാലോ? ഓക്കെ, പറയാം. 20,000 രൂപയുടെ വൗച്ചറുകളാണ് നമ്മൾ നൽകാൻ പോകുന്നത്. പെർഫോമർ ഓഫ് ദ ഡേ. ഈ ദിവസത്തെ ഏറ്റവും നന്നായി ശ്രദ്ധ പിടിച്ചു പറ്റിയത് ആരാണ്? അത് മുൻപ് നമ്മൾ ചില വാർത്തകൾ കണ്ടതിന് സൂചനകൾ ഉണ്ടായിരുന്നു. ആ സൂചനകൾ ശരിവെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അതിജീവനത്തിൻ്റെ കരുത്താണ് കല. അതിവിടെ തെളിയിച്ചത് വെള്ളാർമലയിലെ കുട്ടികളാണ്. വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഇന്നത്തെ പെർഫോമർ പുരസ്കാരം. അപ്പൊ നമ്മുടെ മിടുക്കി കുട്ടികളും അധ്യാപകരും നമുക്കൊപ്പം തന്നെ ഉണ്ട്. വിളിച്ചാലോ? കേറി വാ മക്കളെ. അപ്പൊ നമ്മുടെ വെള്ളാർമല GVHSSലെ മിടുക്കി കുട്ടികളാണ് അല്ലേ, ഇവര് നമ്മുടെ സ്റ്റാറുകളാണല്ലേ. വായോ, അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്. സെറ്റല്ലേ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പെർഫോമൻസ് ഒക്കെ? അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പം എത്ര ദിവസം എടുത്തു ഒരു നൃത്താവിഷ്കാരമൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കാനൊക്കെ? ഇന്നത്തെ ഈ പെർഫോമൻസ് ഇല്ലേ, അത് എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ പഠിച്ചെടുത്തത്. 10-15 ദിവസങ്ങൾ കൊണ്ടാണ്. എവിടെ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഒരു സമയമൊക്കെ കിട്ടിയായിരുന്നോ? ക്ലാസ്സുകളൊക്കെ കുറച്ചൊക്കെ പോയി, ഏകദേശം ക്ലാസ്സുകളൊക്കെ പോയി, അങ്ങനെ പഠിച്ചെടുത്തത്. ഓക്കെ, അധ്യാപകരുണ്ട്. സർ, മാഷേ വരൂ മാഷേ. പക്ഷെ നമുക്കറിയാം ഇത് ഒരു വളരെ വിഷമം നിറഞ്ഞൊരു സമയം കൂടിയായിരുന്നു നിങ്ങളുടേത്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന 30 പിള്ളേർ അവരെ നഷ്ടപ്പെട്ട ഒരു സമയം കൂടിയാണ്. പിന്നെ ഈ
മൊത്തത്തിലൊരു ആ ഒരു അന്തരീക്ഷമാണ്. പക്ഷേ എങ്കിലും ഇവരുടെ ഒരു പെർഫോമൻസ് ഇത് നമ്മുടെ മനസ്സും കണ്ണും ഒക്കെ നിറച്ചതുമാണ്. അവസാനത്തെ ആ ഒരു സന്ദേശം അതും അത്രമേൽ മനോഹരമായിരുന്നു. അത് ആ സന്ദേശം ഞങ്ങൾ ലോകത്തോട് മുഴുവൻ പറഞ്ഞൊരു സന്ദേശമാണ്. നമ്മളൊരു നാളെയും എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഭവിക്കാം. ആ ആഘാതത്തിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ മാതൃകയാവണം. അതിൽ തകർന്നു പോകാൻ പാടില്ല. അത് ലോകത്തുള്ള എല്ലാവരോടും നമുക്ക് വിളിച്ചു പറയണം. അപ്പോൾ ഒരു കഥ പോലെ അടുത്ത ഒരു പാഠപുസ്തകം പോലെ പറയണം. വെള്ളാർമല സ്കൂള് തകർന്നു പോയിട്ടും അവിടുത്തെ കുട്ടികൾ ഒരു ഫിനിക്സ് പക്ഷികളെ പോലെ പറന്നുയർന്ന് ഒരു സംസ്ഥാന കലോത്സവത്തിൻ്റെ നെറുകയിലെത്തിയെന്ന് നാളെ ചരിത്രം രേഖപ്പെടുത്തണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾ ഇന്നാണ് ഇവരൊന്ന് ചിരിക്കുന്നത്, ഒന്ന് സന്തോഷിക്കുന്നത്, ഇവരുടെ മനസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് തെളിയുന്നത് ഇന്നാണ്. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് അധ്യാപകരുടെ സന്തോഷം. ഇവരുടെ മുഖത്തെ ഈ ചിരിയാണ് ഞങ്ങളുടെ. അത് തന്നെയാണ് ഞങ്ങൾ ഓരോ മലയാളികളുടെയും സന്തോഷം. ഈ ഒരു ചിരി ഇത് നമുക്കൊക്കെ രക്ഷിതാവാണ്, അല്ല ടീച്ചറാണ്. ഓക്കെ ടീച്ചർ, എങ്ങനെയായിരുന്നു ആ ഒരു പെർഫോമൻസിൻ്റെ ആ ഒരു സമയം? നിങ്ങൾക്ക് അതിനൊക്കെയുള്ള സമയമൊക്കെ കിട്ടിയായിരുന്നോ? ഞങ്ങൾ സബ് ജില്ല മുതൽ കളിക്കുന്നതാണ്. സബ് ജില്ലയ്ക്ക് 4 ദിവസം കൊണ്ടാണ് ഇവർ പഠിപ്പിച്ചത്. അനിൽ വെട്ടിക്കാട്ടി എന്ന് പറയുന്ന ഒരു സാറാണ് പഠിപ്പിച്ചത്. അതിനുശേഷം ഇതിന് ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടിയിരുന്നുള്ളൂ. എന്നാലും ഇവരെ മാക്സിമം അവർ പെർഫോം ചെയ്തു. രക്ഷിതാക്കൾ ഉണ്ട് തോന്നുന്നു അല്ലേ? ചേച്ചി വായോ, മുന്നോട്ട് പോയോ? രക്ഷിതാവാണ് അല്ല? ഓക്കെ മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് ഈ ആ ഒരു ദുരന്തത്തെ നേരിട്ട് കണ്ടവരാണ് നിങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ ഇപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെയാണ്. വേറെ വഴിയില്ലല്ലോ. അതെ, നമുക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. പക്ഷെ നിങ്ങളുടെ ഒരു ചിരി അത് തന്നെയാണ് നമുക്കുള്ളൊരു വലിയൊരു പോസിറ്റീവ് എനർജിയും. ശരി, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചുള്ളൊരു പാട്ടുണ്ടല്ലോ, വെള്ളാർമല സ്കൂളിനെ കുറിച്ചുള്ള പാട്ട്, അതൊന്നായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സാർ തുടങ്ങും. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട്. കോടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, നാടിനുയിരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി. ഈ നാടിനുയിരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട്. തളിരുകൾ നുള്ളും തൊഴിലാളികളുടെ വിയർപ്പ് തുള്ളികളാൽ പടുത്തുയർത്തി ചൂരൽ മലയിലൊരക്ഷര കൂടാരം. തളിരുകൾ നുള്ളും തൊഴിലാളികളുടെ വിയർപ്പ് തുള്ളികളാൽ പടുത്തുയർത്തി ചൂരൽ മലയിലൊരക്ഷര കൂടാരം. പടിപടിയായി ഉദിച്ചുയർന്നി അക്ഷര നക്ഷത്രം, 100 മേനി നിറവായി നാടിനു വെളിച്ചമേകുന്നു, പൊൻതിളക്കമേകുന്നു. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട്. ഹരിത മനോഹര തീരത്തങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അഭിമാനത്താൽ ഞങ്ങൾ പാടും നിന്നുടെ ചരിതങ്ങൾ. ആ ഗാനത്തിനു ശ്രുതിമീട്ടും നീ പുഴയിലെ ഓളങ്ങൾ, ആ നാദത്തിനു തുടികൊട്ടുന്നു വയനാടൻ മക്കൾ, വയനാടൻ മക്കൾ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട്. മാഷെ
പക്ഷേ ഒത്തിരി സന്തോഷം. സന്തോഷം. അപ്പോൾ നമുക്കിനി നേരെ പെർഫോമർ ഓഫ് ദ ഡേ അനൗൺസ്മെന്റിലേക്ക് പോവാം. അപ്പോൾ 20,000 രൂപയുടെ സമ്മാനം ക്യാഷ് പ്രൈസ് നൽകുന്നത് മറ്റാരും അല്ല, നമ്മുടെ പ്രിയപ്പെട്ട RK വെഡിങ് MD നവാസ് MV ആണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഗതം. ചൂരൽമലയിലെ കുഞ്ഞുങ്ങളാണ്. ഒരു മഹാദുരന്തത്തെ അതിജീവിച്ച് അവർ വന്നു. ഇവിടെ അവരുടെ നൃത്താവിഷ്കാരം ഉണ്ടായി. അതിനും മേലെ നമുക്ക് കൊടുക്കാനായിട്ട് ഒന്നുമില്ല. ഇതിനും മേലെയുള്ള ഒരു പെർഫോമൻസ് ഇന്നത്തെ ദിവസം ഉണ്ടാകാനില്ല. എന്തായാലും എല്ലാവരെയും കാണാൻ പറ്റിയത് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം താങ്ക്സ്. കാണാൻ പറ്റിയത് തന്നെ വളരെ. അതുപോലെ തന്നെ നമ്മുടെ ഈ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എത്തിച്ചേർന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു. ചലച്ചിത്ര താരം പ്രിയങ്ക കൂടി നമുക്കിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി വരൂ. ഹലോ, നമസ്കാരം. അപ്പോൾ നമുക്ക് ആദ്യം പുരസ്കാരം കൊടുക്കാം. പെർഫോമർ ഓഫ് ദി ഡേ ന്യൂസ് മലയാളം 24/7 കലകളാരവത്തിൽ ഇന്ന് പെർഫോമർ ഓഫ് ദി ഡേ ആയിട്ട് വന്നിരിക്കുന്നത് ഈ കുഞ്ഞു മക്കളാണ്, വെള്ളാർമല GVHSSലെ കുട്ടികൾ. അപ്പോൾ ഇവർക്കുള്ള സമ്മാനം കൈമാറുന്നത് RK വെഡിങ് MD നവാസ് MVയും ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം പ്രിയങ്ക ചേച്ചിയും കൂടിയാണ്. ഇനി മിൽമ നൽകുന്ന സ്നേഹ സമ്മാനങ്ങൾ കൂടി നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടും പ്രിയങ്ക ചേച്ചിയെ ക്ഷണിക്കുകയാണ്. ഓക്കെ മക്കളെ, അപ്പം ഒരുപാട് സന്തോഷം. പ്രിയ ചേച്ചി കലോത്സവ വേദിയിലാണ്. ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. ഒരുപാട് ഓർമ്മകളുണ്ട്. ഇവിടെ കലോത്സവം നടക്കണമെന്ന് അറിഞ്ഞു. അപ്പോൾ എപ്പോഴും അതൊരു തുടിപ്പാണ് നമുക്ക്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ജീവിതം നമ്മളെന്ന് പറയുന്ന ഒരു കലാകാരി രൂപപ്പെടുത്തി എടുത്തതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള യുവജനോത്സവ വേദികളാണ്. പക്ഷേ ഇപ്രാവശ്യം വരാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ചുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് പ്രിയ സുഹൃത്ത് മഹേശ്ചന്ദ്രൻ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അതെ പാപ്പൻ വിളിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിൽ കൂടെ ചേരണം എന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കാര്യം അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് കൂടെ കൂടണമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും അമ്മയും കൂട്ടിയിട്ടാണ് വന്നത്. ലുക്കൊക്കെ ഫുള്ള് മാറി കേട്ടോ, പണ്ടത്തെ ഒരു ലുക്കേ അല്ല ഇപ്പോൾ. അപ്പോൾ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. തമിഴ് സിനിമയുടെ എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ടൈമാണ്. ട്രിവാൻഡ്രമാണ്. അപ്പോൾ അതിൽ സന്തോഷം. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സംസ്ഥാന കലോത്സവം ഇവിടെ തിരുവനന്തപുരത്ത് നടന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിവിടെ 2016 ആ സമയത്ത് ഇടയ്ക്കൊരു ദിവസം വൈകുന്നേരം വന്ന് അതിവിടെ ഉണ്ടായിട്ട് നമ്മുടെ IFFK നടക്കുന്നത് പോലെ തന്നെയാണ് യുവജനോത്സവം ഇവിടെ നടക്കുമ്പോൾ നമുക്കൊന്ന് വന്നിട്ട് പോകുമ്പോഴത്തേക്ക് അത് ആരും അറിയാതെ വന്ന് കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് പോകാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നി എൻ്റെ മോനും അവൻ CBSE പഠിക്കണേ. അപ്പോൾ അതുകൊണ്ട് എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ അനുഭവിച്ചിട്ടുള്ള ഈ ഒരു യുവജനോത്സവവും ഇതിൻ്റെ ഒരു ത്രില്ലും ആ ഒരു വൈബും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർക്ക് കിട്ടല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിക്കുള്ള കോമ്പറ്റീഷൻ എന്താണെന്ന് കാണാൻ വരൂ പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്. ചേച്ചിക്ക് കലോത്സവ ഓർമ്മകളൊക്കെ എന്താണ്? ഇവിടുത്തെ മുൻപ് പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. കലാതിലകം ഇല്ല, ഞാൻ അത്രയും പ്രോഗ്രാംസിൽ അത്രയും ഐറ്റംസ് ഞാൻ പങ്കെടുത്തിരുന്നില്ല. ഞാൻ പങ്കെടുത്തിരുന്നത് കൂടുതലും പാട്ട്, മോണോ ആക്ട്, കുറച്ച് ഡാൻസ് ഉണ്ട്. അന്നും ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. എന്നെ ഒത്തിരി പഴയ ആളാക്കിയോ. ഒന്നുണ്ട്, ഒരുപാട് ഐറ്റംസിൽ പങ്കെടുത്തിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള കലോത്സവ വേദികൾ തന്നെയാണ് ഞാനെന്ന് പറയുന്ന ഒരു കലാകാരിയെ പരുവപ്പെടുത്തി ഇതുപോലെ കൊണ്ടെത്തിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെ അതാ ഞാൻ തുടിപ്പാണെന്ന് പറഞ്ഞു. അതിങ്ങനെ നമുക്ക് ആ കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമാണ്.
ഓക്കെ ശിവം, ഒത്തിരി Thank you. സന്തോഷം ഇപ്പൊ വന്നതിലും. ഞങ്ങളുടെ ആദ്യത്തെ കലോത്സവം കൂടിയാണ് ന്യൂസ് മലയാളത്തിന്റെ. എന്തായാലും ചെയ്തതൊരു വലിയ കാര്യം. കുഞ്ഞുങ്ങളുടെ കൂടെ അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം. താങ്ക് യു. പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും, എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും. ശരി ചേച്ചി, അപ്പൊ വരുന്ന ദിവസങ്ങളിൽ ഇവിടെ കാണുമല്ലോ അല്ലേ? ഇല്ല ഇന്നൊരു ദിവസത്തേക്ക് ഓടി വന്നതാണ്. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ ചേച്ചി, അപ്പം ശരി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ വിവിധ വേദികളിലായിട്ട് മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഇന്നത്തെ ദിവസം ഗ്ലാമർ ഐറ്റംസ് ആയിരുന്നു. സാധാരണ ഈ കലോത്സവം തുടങ്ങുന്ന ദിവസം തന്നെ അങ്ങനെ ഗ്ലാമർ ഐറ്റംസ് എല്ലാ വേദികളിലൊന്നും വരാറില്ല. പക്ഷേ ഇന്ന് ഒട്ടുമിക്ക എല്ലാ വേദികളിലും നമ്മൾ ഈ പറയുന്ന പോലെ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, അതേപോലെ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പന അടക്കമുള്ള ഗ്ലാമർ ഐറ്റംസ് ഒക്കെ ഇന്നുണ്ടായിരുന്നു.